നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ഇന്നത്തെ റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാം. ഇന്ന് നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് ചോദിക്കുന്നത്, നിങ്ങളുടെ ഫീലിങ്സ് വേഴ്സസ് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ്. ഓക്കെ, യു വേഴ്സസ് ദം എന്ന് പറഞ്ഞ് നോക്കാറുണ്ട് ചില സമയത്ത്. ഞാൻ അതെടുക്കാം. ഓക്കെ, അതായത് നിങ്ങളുടെ ഫീലിങ്സ് പേഴ്സണിനോട് എന്താണ്, പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങളോട് എന്താണ്, ആൻഡ് നമുക്ക് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് ഒരു ഗൈഡൻസ് ആയിട്ട് വരിക നോക്കാം. ഓക്കെ, നിങ്ങളുടെ ഫീലിങ്സ് എന്താണ് പേഴ്സണിനോട്? വാളെടുത്ത് നിൽക്കുകയാണല്ലോ. ഓക്കെ, ലവേഴ്സ്, സ്റ്റാർ കാർഡ്. ഓക്കെ, ഞാൻ വേറെ ക്വസ്റ്റ്യൻ ആയിട്ട് എടുക്കാം. ഓക്കെ, ഫീലിങ്സിൽ എനിക്ക് കാണുന്നത്, ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ പേഴ്സണുമായിട്ട് ശരിക്കും ഒരു ഫെയ്ത്ത്ഫുൾ എന്ന് പറയില്ല, അതായത് ഒരു സത്യസന്ധമായ ഒരു റിലേഷൻഷിപ്പ്, ഒരു ട്രൂത്ത്ഫുള്ളായ റിലേഷൻഷിപ്പ്, ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, ഇവിടെ നിങ്ങൾ ആക്ച്വലി വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടാണ് ഇപ്പം നിങ്ങളുടെ ആഗ്രഹം, തീരുമാനം ഒക്കെ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ്. എനിക്ക് ഈ ബന്ധം വേണം. ഓക്കെ, അത് നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളതിനെ ആക്ച്വലി എവിടെയോ നിങ്ങൾ വളരെയധികം സത്യസന്ധത ആഗ്രഹിക്കുന്ന പോലെയാണ്. എനിക്ക് മെയിനായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഫീൽ ചെയ്ത അതാണ് കേട്ടോ ഇതിൽ. ആൻഡ് നിങ്ങൾ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന അവർ നിങ്ങളോട് അതുപോലെ സത്യസന്ധതയോടെ നിൽക്കണം എന്ന രീതിയിലാണ് നിങ്ങൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യമാണ്. കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയാം. കാരണം മേ ബി നിങ്ങൾ പേഴ്സൺ അധികം സംസാരിക്കുന്നില്ല, ചിലപ്പോൾ അങ്ങനെ വല്ലതും ഉണ്ടാവാം. സോ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട്, അവരോട് ചില കാര്യങ്ങൾ തുറന്ന് സംസാരിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, തുറന്ന് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കാം. ഓക്കെ, ഏസ് ഓഫ് സോർട്സ് ചിലപ്പോൾ വാള് എടുത്ത് നിൽക്കുന്ന പോലെ, ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ വെട്ടൊന്നും മുറി രണ്ട് എന്നുള്ളൊരവസ്ഥയിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾ നിൽക്കുന്നത്. തീരുമാനം എടുക്കാൻ നിൽക്കുന്ന പോലെയാണ്. ഓക്കെ, ഒന്നുമില്ലെങ്കിൽ ഇങ്ങോട്ട് അല്ലെങ്കിൽ അങ്ങോട്ട്. കാരണം ഇവിടെ ചോയ്സ് കാർഡും ഉണ്ട്. ലവേഴ്സ് എന്ന് പറയുമ്പോൾ യെസ്, സ്നേഹമുണ്ട്, ഫീലിങ്സ് ഉണ്ട്, നിങ്ങൾ അങ്ങോട്ട് ഒരുപാട് അവരെ സ്നേഹിക്കുന്നുണ്ട്, കെയർ ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഉള്ളിൻ്റെ എവിടെയോ നിങ്ങളൊരു അല്പം ഇപ്പോൾ ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന പോലെയാണ്. എനിക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, സോ ഒന്ന് കെയർഫുൾ ആയിട്ടിരിക്കുക സംസാരിക്കുമ്പോൾ. കാരണം വാക്കുകൾ പെട്ടെന്ന് അങ്ങോട്ട് വേദനിപ്പിക്കുന്ന തരത്തിൽ ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞു പോകും. നിങ്ങൾ തെറ്റായിട്ടല്ല, പക്ഷേ ചില സമയത്ത് നമ്മൾ ഒന്ന് സൂക്ഷിക്കാനുണ്ടാവും. ഓക്കെ, അതിവിടെ സ്റ്റാർ ഉണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആക്ച്വലി നിങ്ങൾ തമ്മിൽ വളരെ പോസിറ്റീവായിട്ടൊരു ഫ്യൂച്ചർ, നിങ്ങളുടെ ഒരു വളരെ വിഷ് തന്നെയാണ് ശരിക്കും ആ പേഴ്സണുമായിട്ടൊരു ലൈഫ് എന്ന രീതിക്കൊക്കെ. ഓക്കെ, ആൻഡ് ഇവിടെ ലവേഴ്സ് കാർഡ് ഉണ്ട്. സോ വളരെയധികം ശരിക്കും ഒരു ഡീപ്പ് കണക്ഷൻ നിങ്ങൾ അവരുമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അവരെ നഷ്ടപ്പെടാൻ ഒട്ടും ആഗ്രഹമില്ലാത്ത പോലെ തന്നെയാണ്. നിങ്ങൾ മുന്നോട്ടൊരു ഫ്യൂച്ചർ ആഗ്രഹിക്കുന്നുണ്ട്, സ്വപ്നങ്ങൾ കാണുന്നുണ്ട്, ഒരു വിഷ് നിങ്ങളോട് യൂണിവേഴ്സിനോട് ഒരു വിഷ് പറയുന്നുണ്ട്, തെറ്റ് എനിക്കിത് വേണം എന്ന രീതിയിൽ നിങ്ങൾ പറയുന്ന പോലെയാണ്. ഓക്കെ, പേഴ്സൻ്റെ കൂടി നോക്കാം നമുക്ക്. പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങളോട് ഫീലിങ്സ്, അവരതിലേറെ ക്വീൻ ഓഫ് സോർഡ്സ് ആൻഡ് സെവൻ ഓഫ് പെന്റിക്കിൾസ്. സി പേഴ്സൺ ആക്ച്വലി ഈഗോയിൽ ഇരിക്കുന്ന പോലെയാണ്. ഈഗോ എന്ന് മാത്രമല്ല, ഈഗോനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, അവരവരുടെ ഫീലിങ്സ് തുറന്ന് പറയാത്ത പോലെയാണ് എനിക്ക് കാണുന്നത്. അവരുടെ ഫീലിങ്സ് എല്ലാം അടക്കി വെച്ച്, ഓക്കെ, അവരെ ഒന്നും പറയാതെ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാതെ ഒരു വളരെ സീരിയസ് ആയിട്ട് നിൽക്കുന്ന പോലെയാണ്. സീരിയസ് എന്ന് പറഞ്ഞാൽ അവർ ഒരു ഒട്ടും റൊമാൻറ്റിക് അല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് തോന്നുന്നത് ഇവർക്ക് സ്നേഹമേ ഇല്ല എന്നായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്കും തോന്നുന്നത്. ഓക്കെ, അവരൊന്നും തുറന്ന് പറയുന്നില്ല, എക്സ്പ്രസ് ചെയ്യുന്നില്ല, വളരെ കടുംപിടുത്തം പിടിച്ച് നിൽക്കുന്ന പോലെ, ഓക്കെ, വല്ലാതെ സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുന്ന പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അവർ പറയുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ നടക്കണം എന്ന് ചിലപ്പോൾ അവർ ഒരു ഇത് വെക്കുന്നുണ്ടാവും. അതുകൊണ്ടൊക്കെയായിരിക്കും ചിലപ്പോൾ നിങ്ങളും ഇങ്ങനെ ആവാൻ തുടങ്ങി. ബിക്കോസ് എത്ര നിങ്ങൾ അങ്ങനെ വിട്ടുകൊടുക്കും അല്ലേ ഒരാൾക്ക്. അപ്പോൾ ഐ തിങ്ക് ഇപ്പോൾ നിങ്ങളും കുറേയൊക്കെ സ്ട്രോങ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ക്വീൻ ഓഫ് സോർഡ്സ് എനർജി ആക്ച്വലി ഇത് നിങ്ങളുടെ എനർജിയാണ് എനിക്ക് തോന്നുന്നത്. അവർക്ക് തോന്നുന്നത് തെറ്റ് അവർക്കിപ്പോൾ നിങ്ങളെ ഒരു ചെറിയ പേടി പോലെയാണ്. ഇത് നിങ്ങൾ ലേഡീസ് ആയതുകൊണ്ടല്ല കേട്ടോ ഞാൻ പറയുന്നത്. കാരണം രണ്ട് എനർജി വന്നുകൊണ്ടാണ്, ഒന്ന് അവരുടെ ആയിരിക്കും, ഒന്ന് നിങ്ങളുടെ ആയിരിക്കും എന്ന് ഞാൻ എടുക്കുന്നു. ഓക്കെ, സോ ഇവിടെ എനിക്ക് തോന്നുന്നു അഗൈൻ ഇവിടെ സോർട്സ് നിങ്ങളുടെ ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് മാച്ച് ഉണ്ട് ഇവിടെ. സോ നിങ്ങളെവിടെയോ നിങ്ങളുടെ ആ ഒരു സ്ട്രെങ്ത് അവർ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു അവരെന്ത് പറഞ്ഞാലും നിങ്ങൾ മുമ്പൊക്കെ ആണെങ്കിൽ അവരെന്ത് പറഞ്ഞാലും ചിലപ്പോൾ നിങ്ങൾ അഗ്രി ചെയ്യും. ഓക്കെ, ശരി പോട്ടെ, സാരല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വീണ്ടും വീണ്ടും വിട്ടുകൊടുക്കും. ബട്ട് ഇപ്പോൾ നിങ്ങളത് ചെയ്യാൻ തയ്യാറല്ലാത്ത പോലെ അത് അവർക്ക് മനസ്സിലാവുന്നുണ്ട് നല്ലോണം. ഓക്കെ, അവർക്കും അറിയാം ദാറ്റ് നിങ്ങളിനി വെറുതെ എന്തെങ്കിലും പറഞ്ഞു വന്നാലൊന്നും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല. നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുള്ളൂ എന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ ലേഡീസ് ജെൻസ് ഒക്കെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തോളൂ കേട്ടോ.
ആൻഡ് സെവൻ ഓഫ് പെറ്റിക്കിൾസും കാണുന്നത് അവർ ഈ റിലേഷൻഷിപ്പിൽ ഇനി മുന്നോട്ട് എന്താണ് എന്ന് ചിന്തിക്കുന്ന ഒരു സ്റ്റേജാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അവർക്ക് വേണമെന്നുണ്ട്, പക്ഷെ ഇവിടെ മേ ബി നിങ്ങൾ, കാരണം ഇപ്പോൾ നിങ്ങളും പറയുന്നുണ്ടാവും സത്യസന്ധമായിട്ട് നിൽക്കണം, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കണം, അല്ലെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾ സ്ട്രിക്റ്റ് ആവുന്നുണ്ടാവും. ഓക്കെ, അവർ ഈഗോ കാണിച്ചിട്ടോ അവരുടെ ഒരു സ്ട്രിക്ട്നെസ്സോ അല്ലെങ്കിൽ അവർ എല്ലാം മറച്ചിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വേറെ രൂപമായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ അവരെ മാച്ച് ചെയ്യാൻ തുടങ്ങി, എനർജി മാച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, മുമ്പൊക്കെ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ഒരുപാട് നിങ്ങൾ അങ്ങോട്ട് ലൈക്ക് സോപ്പിട്ടിട്ട് അല്ലെങ്കിൽ പോട്ടെ സാരില്ല ഓക്കെ വിട്ടുകൊടുക്കുക, കരയുക, സമാധാനിപ്പിക്കുക, ആ രീതിക്കായിരിക്കും നിങ്ങൾ. പക്ഷെ ഇപ്പം നിങ്ങൾ ചേഞ്ച് ആയിട്ടുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ സ്നേഹമുണ്ട്, ഇല്ലാഞ്ഞിട്ടല്ല. അവർക്കും ആക്ച്വലി സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ അവരും പുറത്ത് കാണിക്കുന്നില്ല. നിങ്ങളും ഇപ്പോൾ ഐ തിങ്ക് അങ്ങനെ ഒരു ലെവലിലേക്ക് അവരെ പോലെ തന്നെ നിങ്ങൾ മിറർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ആക്ച്വലി നല്ല കാര്യമാണ്, നല്ല കാര്യം തന്നെയാണ് കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞല്ല, നല്ല കാര്യമാണ്. ഓക്കെ, സോ നോക്കട്ടെ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ എന്താണ് ആഗ്രഹം എന്ന് നോക്കാം. ആൻഡ് പേഴ്സൺ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് കൂടി നോക്കാം. നിങ്ങൾക്ക് വേണ്ടത് വേൾഡ് കാർഡ്, ടവർ ആൻഡ് 9 ഓഫ് വൺസ്. ഇപ്പം നിങ്ങൾ നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. ഓക്കെ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ജോലി, കരിയർ, അല്ലെങ്കിൽ ജസ്റ്റ് ജോലിയൊന്നും ചെയ്യാത്തവരാണെങ്കിലും നിങ്ങളുടെ ഒരു സ്റ്റെബിലിറ്റി, നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെയാണ്. ഞാനൊന്ന് വീട്ടിൽ തന്നെ ഇരിക്കുന്ന ആൾക്കാരായാലും ശരി, നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ഏൺ ചെയ്യാനോ അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഒരു വളരെ ബോൾഡായിട്ട് നിൽക്കാനൊക്കെയാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാനോ, ആരുടെയും ഒരു നമ്മൾ പറയില്ല ആരുടെയും കീഴിലൊന്നും അല്ലാതെ നിങ്ങളുടെ ഒരു ഇതുണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന പോലെയാണ്. ആൻഡ് ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ ചാപ്റ്റർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ. ഓക്കെ, ഒരു പുതിയ ചാപ്റ്റർ വേണം. അതിന് പക്ഷേ നിങ്ങൾക്കറിയാം ദാറ്റ് ഇവിടെ ചില കാര്യങ്ങൾ മാറ്റം വന്നാലേ ഈ ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങുള്ളൂ എന്ന് നിങ്ങൾക്കും റിയലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ടവർ മൊമെൻറ്റിന് പോലും നിങ്ങൾ തയ്യാറാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വാളെടുത്ത് നിങ്ങൾ നിൽക്കുന്നത്. അതായത് ഇനി എന്ത് വന്നാലും ശരി, തകരുവാണെങ്കിൽ തകരട്ടെ എന്നൊരവസ്ഥയിലേക്ക് നിങ്ങൾ നിൽക്കുന്ന പോലെയാണ് നിങ്ങൾ. കാരണം ഇവിടെ ടവർ മൊമെൻറ്റ് ഫേസ് ചെയ്യുന്ന പോലെയുണ്ട്. നിങ്ങളുടെ മേ ബി ഉള്ളിൽ നിങ്ങൾ അത്രത്തോളം തകർന്നിട്ടായിരിക്കാം. ഓക്കെ, നിങ്ങൾ ഇനി മേ ബി ഇവിടെ എവിടെയോ നിങ്ങൾ ബൗണ്ടറി വെക്കുന്നതായിട്ടും എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾ അത്രത്തോളം വേദനകൾ അനുഭവിച്ചു, വിഷമങ്ങൾ അനുഭവിച്ചു. സോ ഇപ്പം നിങ്ങൾ ഒരു ബൗണ്ടറി വെച്ച് നിങ്ങൾ നിൽക്കുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ ഓപ്പൺ അപ്പ് ആവുന്നില്ല. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ഒരു പവറിൽ ഒരു സ്റ്റഡി ആയിട്ട് സ്റ്റേബിളായിട്ടൊക്കെ നിങ്ങൾ നിൽക്കാൻ ശ്രമിക്കുന്ന പോലെയാണ് ആഗ്രഹിക്കുന്നത്. ഒരു പുതിയ ചാപ്റ്ററാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിന് പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് ഉള്ള എഫേർട്ട് കൂടി കാണണം അല്ലേ? അത് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. സോ അതിന് ഐ തിങ്ക് ഈവൻ ഒരു ടവർ മൊമെൻറ്റ് വന്നാൽ കൂടി നിങ്ങൾക്കിപ്പോൾ ടെൻഷൻ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, കാരണം നിങ്ങൾക്ക് അറിയാം ദാറ്റ് ചില കാര്യങ്ങൾ മാറാനുണ്ട് ഇവിടെ എന്ന് അല്ലേ? ഓക്കെ, ലെറ്റ്സ് സീ പേഴ്സൺ എന്താ ആഗ്രഹിക്കുന്നത് റിലേഷൻഷിപ്പിൽ. 5 ഓഫ് പെൻറ്റിക്കിൾസ്, 3 ഓഫ് സോർഡ്സ്, നൈറ്റ് ഓഫ് കപ്സ്. ഓക്കെ, സീ ജസ്റ്റിസ് ആൻഡ് ഇപ്പോഴാണ് ക്വീൻ ഓഫ് കപ്സ് വന്നത്. ഓ മൈ ഗോഡ്, സീരിയസ്ലി ഇത്ര ദിവസമായി ആക്ച്വലി ക്വീൻ ഓഫ് കപ്സ് കാർഡ് കണ്ടിട്ട് അറിയൂ. ഒരുപാട് ദിവസമായി ശരിക്കും. ഇന്നാണ് എനർജി വന്നിട്ടുള്ളത്. ഓക്കെ, അവർ ആഗ്രഹിക്കുന്ന ആക്ച്വലി ഇപ്പോൾ അവർക്ക് തനിച്ചായ പോലെ തോന്നുന്നുണ്ട്. മേ ബി നിങ്ങൾ ആക്ച്വലി അവരെ വിട്ട് മാറിപ്പോയി കാണാം. ടവർ മൊമെൻ്റ് ഉണ്ട് ഇവിടെ. സോ മേ ബി നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ദാറ്റ് ഇവിടെ ഇനി എനിക്ക് ഇതിലിനി മുന്നോട്ട് ഒന്നും നടക്കില്ല എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. നിങ്ങളായിരിക്കാം ചിലപ്പോൾ ഒന്ന് മാറി നിൽക്കുന്നത്, ഒന്ന് അകൽച്ച വെക്കുന്നുണ്ട്, നിങ്ങൾ ബൗണ്ടറി വെക്കുന്നുണ്ട്, നിങ്ങളായിരിക്കും ചിലപ്പോൾ ഒന്ന് അകന്ന് നിൽക്കുന്നത്. ഓക്കെ, അവർ സംസാരിക്കുമ്പോൾ പോലും മേ ബി നിങ്ങളായിരിക്കും കുറച്ചൊരു ഡിസ്റ്റൻസ് വെക്കുന്നത്. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ് കേട്ടോ, ഒരു തെറ്റുമില്ല. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ വെരി ഗുഡ് എന്നേ ഞാൻ പറയുള്ളൂ. ഓക്കെ, 5 പെൻറ്റിക്കിൾസ് കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ലെഫ്റ്റ് ഔട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അവർക്ക് തോന്നുന്നുണ്ട് ഞാൻ തനിച്ചായി പോയി എന്നവർക്ക് തോന്നുന്നുണ്ട്, നിങ്ങളെ നഷ്ടപ്പെടും എന്നവർക്ക് തോന്നുന്നുണ്ട്. ആ ഒരു ഫീലിംഗ് അവരുടെ ഉള്ളിൽ പേടി വന്നിട്ടുണ്ട്. ആ ഒരു ഒരു ഹാർട്ട് ബ്രേക്ക് കാണുന്നുണ്ട്. സോ എവിടെ ഒരു വിഷമം അവരുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. മേ ബി അവർ നിങ്ങളോട് ന്യായം ചെയ്തില്ല എന്നുള്ള ഒരു റിഗ്രറ്റ് ആയിരിക്കാം. മേ ബി തേർഡ് പാർട്ടി ഉണ്ടാവാം കുറച്ച് പേർക്ക്. ഓക്കെ, ആ തേർഡ് പാർട്ടിയുടെ കാരണമായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഈ ഒരു ഇഷ്യൂസൊക്കെ. ബട്ട് എനിവേ ഇവിടെ ആ തേർഡ് പാർട്ടിയുടെ എനർജി അല്ലെങ്കിൽ ഒരു വിഷമത്തിൻ്റെ എനർജി ഉണ്ട്. ഓക്കെ, അവർ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർ ഒറ്റപ്പെട്ടു അല്ലെങ്കിൽ അവർക്ക് വേദന അനുഭവിക്കുന്നു. നിങ്ങളെ വിട്ട് മാറി നിൽക്കുമ്പോൾ അവരും വിഷമിക്കുന്നു എന്ന രീതിയിലാണ്. ആൻഡ് ഇവിടെ നൈറ്റ് ഓഫ് കപ്സ് എനർജിയാണ്. നൈറ്റ് ഓഫ് കപ്സ് വരുമ്പോൾ അവർ നിങ്ങളുടെ അടുത്ത് വീണ്ടും ഫീലിങ്സ് പറയാൻ, എക്സ്പ്രസ് ചെയ്യാൻ. ഓക്കെ, അവർ ആഗ്രഹിക്കുന്നത് വീണ്ടും ഒരു റൊമാൻറ്റിക് ആയിട്ട് നിങ്ങൾ തമ്മിൽ വേണം എന്ന രീതിക്കാണ് ചിന്തിക്കുന്നത്. ഓക്കെ, വീണ്ടും നിങ്ങളുമായിട്ട് കുറച്ചുകൂടി സ്നേഹത്തോടെ സംസാരിക്കുക, നല്ല സമയങ്ങൾ എന്ന രീതിക്കൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. ആൻഡ് ജസ്റ്റിസ് ഉണ്ട്. ഒരു തരത്തിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്താൽ പറയാം ഞാൻ, അവർ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ സൈഡ് കാണാനാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ഈ രൂപം കാണാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അവർക്ക്
അവർ നഷ്ടപ്പെട്ടത് ഇതാണ്. ഓക്കെ, അവർക്ക് നിങ്ങളെ നഷ്ടപ്പെട്ടു എന്നുള്ളതല്ല, പക്ഷെ നിങ്ങളുടെ ഈ സൈഡ്, അതായത് നിങ്ങളുടെ ഇമോഷണൽ സൈഡ്, നിങ്ങൾ അവരെ ചേസ് ചെയ്തിരുന്ന ആ വ്യക്തി, അവരെ അത്രയും കെയർ ചെയ്തിരുന്ന ആ വ്യക്തി, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എല്ലാം വിട്ടുകൊടുത്ത ഒരു വ്യക്തി, അതാണ് അവരിപ്പോൾ മിസ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ടാണ് അവർക്ക് ഈ വിഷമം. അല്ലാതെ നിങ്ങളെ ശരിക്കും നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും, നിങ്ങൾ തമ്മിൽ അകന്നിട്ടില്ലെങ്കിൽ പോലും അവർക്ക് എന്തുകൊണ്ടാണ് പിന്നെ ആ വിഷമം തോന്നുന്നത്? എവിടെയോ നിങ്ങളുടെ ഈ ഒരു രൂപമാണ് അവർ മിസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ ആ ഒരു ഭാവം, നിങ്ങൾ അവരെ കെയർ ചെയ്തത്, അവരെ അത്രയും സ്നേഹത്തോടെ അവർ കൂടെ നിന്നത്, അത് അവരിപ്പോൾ മിസ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഇപ്പം നിങ്ങൾ ആ സ്ട്രോങ് സൈഡാണ് നിങ്ങളുടെ കാണിക്കുന്നത്. ഓക്കെ, ആൻഡ് അതുകൊണ്ട് അവർ ആക്ച്വലി എവിടെയോ ശരിക്കും പറഞ്ഞാൽ അവർ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, എന്താണ് സംഭവിച്ചത് എന്ന് അവർ ചിന്തിക്കാൻ തുടങ്ങുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ ഹൈ പ്രീസ്റ്റസ്, യെസ്, നിങ്ങൾ ശരിക്കും ഇതൊരു ഫെമിനൈൻ പവർ എന്നാണ് വിളിക്കുക. ഫെമിനൈൻ എന്ന് മാത്രമല്ല, ജെൻസിൻ്റെ ആയാലും നിങ്ങൾക്ക് എടുക്കാം. ഇതൊരു വളരെ മിസ്റ്റീരിയസ് ആയിട്ടൊരു പവർ എന്ന് പറയാം. നിങ്ങളിപ്പോൾ അവർക്ക് തോന്നുന്നത് നിങ്ങൾ ഒരു നിങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നവർക്ക് തോന്നുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെയോ നിങ്ങൾ മറച്ചു വെക്കുന്നുണ്ടെന്ന് അവർക്ക് തോന്നുന്നുണ്ട്. മേ ബി നിങ്ങളൊന്നും മറച്ചിട്ടൊന്നുമല്ല, പക്ഷെ അവർക്ക് തോന്നുന്നത്, അതായത് നിങ്ങളുടെ ഈ ഒരു ഈ ഒരു രൂപം അവർ കണ്ടിട്ടില്ല മുമ്പ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കിപ്പോൾ വളരെ മിസ്റ്റീരിയസ് ആയിട്ടാണ് തോന്നുന്നത്. നിങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പലപ്പോഴും നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ചിലപ്പോൾ അവരോട് പറയുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അവർക്ക് എവിടെയോ നിങ്ങൾ എവിടെയാണ്, എന്താണ് എന്ന് ചിന്തിക്കുന്ന പോലെയാണ്. കാരണം നിങ്ങൾ അവരെ ചേസ് ചെയ്യുന്നില്ലേ ഇപ്പോൾ. ഓക്കെ, അവർ പിന്നാലെ പോകുന്നില്ലേ ഇപ്പോൾ. സോ ആ ഒരു ഡിഫറൻസ് അവർ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, എവിടെയോ ന്യായം ചെയ്യണം എന്നിപ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് നിങ്ങളോട് ന്യായം ചെയ്തില്ല എന്നുള്ളൊരു തിരിച്ചറിവുണ്ട്. അവരുടെ ഭാഗത്ത് നിന്ന് വന്ന മിസ്റ്റേക്സിനെ കുറിച്ചൊക്കെ ഇപ്പോൾ ചിന്തിക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ആൻഡ് അവർക്കും ആഗ്രഹമുണ്ട് നിങ്ങളുമായിട്ട് വീണ്ടും ഒരു റൊമാൻറ്റിക് ആയിട്ട് സ്നേഹത്തോടെ വീണ്ടും ഒരു റീബിൽഡിങ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് സീ. നമുക്ക് keep the door open. Don't be so focused on an open door that you don't see the ones which open for you. Okay, so നിങ്ങളോട് പറയുന്നത്, ഒരു വാതിൽ അടഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ തന്നെ നോക്കി നിൽക്കണ്ട എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ റിലേഷൻഷിപ്പ് അവസാനിക്കുന്നു എന്ന രീതിക്കൊന്നുമല്ല, പക്ഷെ അങ്ങനെ നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഇടയിൽ ചെറിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ട്, അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളോട് പറയുന്നത് അത് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട, നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മൂവ് ഓൺ ചെയ്യൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ആ പേഴ്സൺ തിരിച്ചു വരാനുള്ളതാണെങ്കിൽ വരും, അതങ്ങനെയാണ്. ഓക്കെ, നിങ്ങൾ എത്ര കാത്തിരുന്നിട്ടും കാര്യമൊന്നുമില്ല. ഓക്കെ, നിങ്ങൾ മൂവ് ഓൺ ചെയ്താലും എത്തേണ്ടവർ നിങ്ങളുടെ കൂടെ തന്നെ വരും. ഡോണ്ട് വറി. Actions speak louder than words. If you want to know what someone is feeling, watch what they are doing. നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക ആ പേഴ്സണിന് ശരിക്കും സ്നേഹമുണ്ടോ ഇതുണ്ടോ എന്ന്? ഞാൻ പറഞ്ഞു ഈഗോ വെച്ചിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സൈലൻ്റ് ആയിരിക്കുന്നുണ്ട്, ഒന്നും തുറന്ന് പറയുന്നില്ല. ഓക്കെ, പക്ഷെ ചില ആക്ഷൻസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളെ വിട്ട് മാറി പോകുന്നു എന്ന് തോന്നുമ്പോൾ അവർ നിങ്ങളോട് അടുക്കാൻ ശ്രമിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള ചില ആക്ഷൻസ് കാണിക്കുന്നത് അവർക്ക് ആ സ്നേഹം ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. Balance. There needs to be a healthy balance of physical, emotional and spiritual intimacy for a relationship to be successful. ഒരു ബന്ധം നല്ല രീതിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി എനിക്കിത് കണ്ടപ്പോൾ നമ്മുടെ 3 കാർഡും എനിക്ക് ഓർമ്മ വന്നു. ഒന്ന് ക്വീൻ ഓഫ് സോഡ്സ്, ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ആൻഡ് ക്വീൻ ഓഫ് കപ്സ്. 3. ഓക്കെ, ഒന്ന് ഇമോഷണലാണ് പറയുന്നത്, ഒന്ന് പ്രാക്ടിക്കലാണ് പറയുന്നത്, ഒന്ന് സ്പിരിച്വൽ എന്ന് നമുക്ക് വിളിക്കാം. ഓക്കെ, സോ 3 കാർഡും 3 തരം. ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് പറയുമ്പോൾ നമ്മൾ പ്രാക്ടിക്കലി ചിന്തിക്കുന്ന വ്യക്തിയാണ്, ജോലി, കരിയർ, നമ്മുടെ ലൈഫിൻ്റെ സ്റ്റെബിലിറ്റി അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തിയാണ്. ഓക്കെ, ക്വീൻ ഓഫ് കപ്സ് ഇമോഷണൽ വ്യക്തിയാണ്, ഇമോഷൻസിനെ കുറിച്ച് ചിന്തിക്കുന്ന ആളാണ്. ആൻഡ് അതുപോലെ ക്വീൻ ഓഫ് സോഡ്സ് പറയുമ്പോൾ അതിൽ കുറച്ച് സ്പിരിച്വൽ എലമെൻ്റ് ഉണ്ട്. ഓക്കെ, അതിൽ കുറച്ചുകൂടി ഇൻ്റലക്ച്വൽ എലമെൻ്റ്, അതായത് യൂണിവേഴ്സുമായിട്ടൊരു കണക്ഷൻ കൂടി അവിടെ നമ്മൾ പറയാറുണ്ട്. സോ ഇത് 3 രൂപം നിങ്ങളുടെ ഭാഗമാണ്. ഞാൻ അതാ പറഞ്ഞത്, നിങ്ങളുടെ രൂപങ്ങളാണിത് 3. ഓക്കെ, സോ എവിടെയോ ആ പേഴ്സൺ നിങ്ങളെ ആക്ച്വലി അത് 3 കൂടി വന്നാലേ നമുക്ക് എപ്പോഴും ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിക്ക് മുന്നോട്ട് പോവുള്ളൂ. ഓക്കെ, സോ എവിടെയോ നിങ്ങൾ ഐ തിങ്ക് ഇപ്പോൾ ആ 3 ഇൻകോപ്പറേറ്റ് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. സോ അങ്ങനെ ചെയ്യുമ്പോഴാണ് ഒരു ബന്ധം നല്ല രീതിക്ക് മുന്നോട്ട് പോകാൻ പറ്റുക. അത് അവർ തിരിച്ചറിഞ്ഞ് അവർ മനസ്സിലാക്കി അവർ വരട്ടെ. Take your power back. You are giving someone control over how you feel. Your happiness should depend only on you. ഇത് ഒരുപാട് ഞാൻ ആക്ച്വലി ചിലവരോടൊക്കെ എനിക്ക് പറഞ്ഞ് എനിക്ക് മതിയാവും. അത്ര തവണ ഞാനിത് പറഞ്ഞിട്ടുണ്ടാവും ഈ കാര്യം. നിങ്ങൾ പ്ലീസ്, നിങ്ങൾ വേറൊരാൾ നിങ്ങളെ കെയർ ചെയ്തില്ലെങ്കിൽ, വേറൊരാൾ നിങ്ങളെ വിളിച്ചില്ല, മെസ്സേജ് ചെയ്തില്ല എന്ന് പറഞ്ഞ് സങ്കടം വരും. ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, സങ്കടം വരാം. പക്ഷേ അതില്ലാതെ നിങ്ങൾക്ക് പറ്റില്ല എന്നതിൽ നിന്ന് നിങ്ങളൊന്ന് മാറിയേ പറ്റൂ. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കരഞ്ഞ് ജീവിതം തീർക്കേണ്ടി വരും. ഓക്കെ, അതിൽ നിന്ന് പുറത്ത് വരാൻ തുടങ്ങുക. ഓക്കെ, വേറൊരാളെല്ലാം നിങ്ങളെ സന്തോഷിപ്പിക്കുന്നത്, അത് മനസ്സിലാക്കൂ. ഓക്കെ, നോ ബഡി എൽസ് ക്യാൻ മേക്ക് യു ഹാപ്പി. ഓക്കെ, നിങ്ങൾ നിങ്ങളിൽ തന്നെ സന്തോഷം കണ്ടെത്തണം. ഓക്കെ, നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കണം. ഓക്കെ, നിങ്ങൾ സ്വയം ഹാപ്പി അല്ലെങ്കിൽ വേറെ ആരെത്ര വന്നാലും എന്ത് ചെയ്താലും നിങ്ങൾക്ക് ഹാപ്പി ആവാൻ പോകുന്നില്ല. ഓക്കെ,
എത്ര നിങ്ങളെ കെയർ ചെയ്താലും ശരി, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ അവനവനെ നിങ്ങൾ സ്നേഹിക്കുന്നില്ലെങ്കിൽ വേറൊരാൾ വന്ന് ഇതൊരു കോട്ടായിട്ട് ഇതായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു പാത്രം ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, ഒരു ബൗള്, ഒരു പാത്രം, അതിൽ നിറച്ച് ഹോൾസാണ്. ഓക്കെ, ഓട്ടയാണ്. അതിൽ നിങ്ങൾ എത്ര വെള്ളം ഒഴിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ ഹോള് അടയ്ക്കാതെ ആ വെള്ളം അതിൻ്റെ ഉള്ളിൽ നിൽക്കുമോ? ഇല്ല. ഓക്കെ, അത് മനസ്സിലാക്കുക. സോ നിങ്ങൾ അതുപോലെയാണ്, നിങ്ങൾ ആ പാത്രം പോലെയാണ് ഇപ്പോൾ. ഓക്കെ, നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉള്ള കാര്യങ്ങൾ, ഓക്കെ, നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു കോഡിപ്പെൻഡൻസിയുടെ എനർജി, അതായത് വേറൊരാൾ വന്നാലേ നിങ്ങൾ ഹാപ്പി ആവുള്ളൂ എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നില്ല. ഓക്കെ, നിങ്ങൾ അവനവനെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ആ ഹോൾസ് ഒക്കെ അടയും. ഓക്കെ, ആ ഓട്ടകൾ നിങ്ങളുടെ അടയും. അത് അടഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ആരെങ്കിലും എന്തെങ്കിലും ഒഴിച്ചാൽ തന്നെ അത് അപ്പോഴേ അവിടെ ഉള്ളിൽ നിൽക്കുള്ളൂ. അത് മനസ്സിലാക്കുക. അത് മാത്രമല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് വേറൊരാൾക്ക് അങ്ങോട്ട് കൊടുക്കാൻ പറ്റുക? നിങ്ങൾ ഈ പാത്രത്തിൽ എത്ര വെള്ളം നിറച്ചാലും അതിൽ വെള്ളം നിൽക്കില്ല, എന്നാലേ നിങ്ങൾക്ക് അങ്ങോട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഈ കാര്യങ്ങൾ നിങ്ങൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ദാറ്റ് എപ്പോഴും നമ്മൾ ഈ വേറൊരാളെ ഇത് സ്നേഹം എന്നുണ്ടെങ്കിൽ ഞാൻ വളരെ ഓണസ്റ്റായിട്ട് പറയാം, നിങ്ങൾക്ക് ഒരു പേഴ്സണോട് സ്നേഹമുണ്ടെങ്കിൽ അവർ നിങ്ങളോട് സംസാരിച്ചാലും ഇല്ലെങ്കിലും, അവർ ആരുടെ കൂടെ ആണെങ്കിലും ശരി, എവിടെയാണെങ്കിലും ശരി, കാണാൻ പറ്റിയാലും ശരി, ഇല്ലെങ്കിലും ശരി, ഓക്കെ, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കും. അതാണ് സ്നേഹം എന്ന് പറയുന്നത്. ബിക്കോസ് നിങ്ങൾക്ക് ആ പേഴ്സൺ, ബാക്കിയെല്ലാം എന്താണെന്ന് വെച്ചാൽ ആ പേഴ്സണിനെ കാണണം, സംസാരിക്കണം, അവർ വരണം എന്നൊക്കെ ചിന്തിക്കുന്നത് അത് നമ്മൾ ആ കൂടെ വേണം എന്നുള്ള ഒരു ചിന്തയാണ്. ഓക്കെ, അത് വേറെയാണ്. അത് സ്നേഹം എന്ന് വിളിക്കാൻ പറ്റില്ല. അത് ജസ്റ്റ് നമ്മൾ ഓക്കെ കാണാൻ ആഗ്രഹിക്കുന്നു, ഓക്കെ സംസാരിക്കാൻ, അതൊക്കെ ഒരു ആഗ്രഹമായിട്ട് ഇരിക്കാം, വിരോധമില്ല. പക്ഷെ അത് ഇല്ലെങ്കിൽ ഞാൻ ഹാപ്പിയേ അല്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതൊരു കോഡിപ്പെൻഡൻസി മാത്രമാണ്. സ്നേഹം എന്നതിനെ വിളിക്കാൻ പറ്റില്ല. ഓക്കെ, നിങ്ങളിത് എടുക്കേണ്ട രീതിക്ക് നിങ്ങൾക്ക് എടുക്കാം. Okay. Last card. Boundaries. You need to teach people how to treat you by being clear on what you will and won't allow. ഞാൻ നേരത്തെ പറഞ്ഞ 9 of Wandsൻ്റെ കാർഡ്. നിങ്ങൾ ബൗണ്ടറി വെക്കുന്നുണ്ട് എന്നുള്ളത്. നിങ്ങൾ ബൗണ്ടറീസ് വെച്ചില്ലെങ്കിൽ ഓക്കെ, മറ്റുള്ളവർ നിങ്ങളെ മിസ്ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, ശരിയാണ്, ഓക്കെ, പക്ഷെ അവർ ആ സ്നേഹിക്കുന്ന ആ പേഴ്സൺ അവർക്ക് തോന്നുമ്പോൾ വരിക, അവർക്ക് തോന്നുന്ന രീതിയിൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എവിടെയോ നിങ്ങൾ വേദനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അത് നിങ്ങൾക്ക് സ്വീകരിക്കണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾ വേണം തീരുമാനിക്കാൻ. അതാണ് ബൗണ്ടറി എന്ന് പറയുന്നത്. ഓക്കെ, വേറൊരാൾക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളെ തന്നെ ഒരുപാട് അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കുക, അതൊക്കെയാണ് തെറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഓക്കെ, ഒരു ബൗണ്ടറി വെക്കാൻ പഠിക്കണം എല്ലാത്തിനും. ഓക്കെ, സോ ഇവിടെ സെൽഫ് ലവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലീസ് ഓക്കെ, അത് മനസ്സിലാക്കുക. ഇത് വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്കൊരു വ്യക്തി സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ അവരെ എവിടെയായാലും ശരി നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കണം. ഓക്കെ, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കണം നിങ്ങളുടെ ലൈഫിൽ. അതായത് നിങ്ങളുടെ ലൈഫിൽ വേറെ പേഴ്സൺ വരണം, വേറെ ഒരു റിലേഷൻഷിപ്പ്, അങ്ങനെയല്ല, ആരിലും ഡിപ്പെൻഡ് ചെയ്യാതെ ഓക്കെ, നിങ്ങളുടെ കാര്യം നോക്കുക, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക, നിങ്ങളുടെ സ്വന്തം കഴിവ്, നിങ്ങളുടെ എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ലൈഫിൽ അത് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ കടമകളുണ്ടെങ്കിൽ അത് ചെയ്തുകൊണ്ടിരിക്കുക. ജോലി, വീട്, ഫാമിലി, കുട്ടികൾ, അച്ഛനമ്മമാർ, പാരൻസ്, ഫ്രണ്ട്സ്, എല്ലാം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കുണ്ട്. ഓക്കെ, അതിനെല്ലാം മാറ്റി വെച്ചിട്ട് ഞാൻ ആ പേഴ്സണിന് വേണ്ടി നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതൊരു സ്നേഹമല്ല. അതിനെ സ്നേഹം എന്ന് വിളിക്കുന്നത് തന്നെ തെറ്റാണ്. ഓക്കെ, അതൊരു കോഡിപ്പെൻഡൻസി മാത്രമാണ്. ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല. പക്ഷേ ഇത് ഒരുപാട് പേര് ഇത് പറയാറുണ്ട്. ഇത് എത്ര പേര് റീഡിങ് കാണും എന്ന് എനിക്കറിയില്ല, എത്ര പേരുടെ മനസ്സിൽ ഇത് കയറും എന്ന് എനിക്കറിയില്ല. ഞാൻ ഒരിക്കലും നിങ്ങളെ ഇതാക്കി പറയല്ല. പക്ഷെ നിങ്ങളിത് പഠിച്ചാൽ മാത്രമേ ശരിക്കുള്ള സ്നേഹം നിങ്ങൾക്ക് കിട്ടുള്ളൂ. നിങ്ങൾക്ക് തിരിച്ച് ശരിക്കും ഒരു പേഴ്സൻ്റെ സ്നേഹം കിട്ടണമെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കണം. എന്നിട്ട് അതിനുശേഷം നിങ്ങൾ പറയൂ ദാറ്റ് ആ പേഴ്സൺ, അതിനുശേഷം നിങ്ങൾ നോക്കൂ. ഓക്കെ, എന്നിട്ട് നമുക്ക് പറയാം ബാക്കി. സോറി, ഇമോഷണലായിപ്പോയി ഞാൻ ലേശം. ചില സമയത്ത് എന്താ പറയുക, നമ്മൾ കുട്ടികൾക്ക് ഇത്തിരി എന്താ പറയുക, സ്റ്റുഡൻസിനെ അല്ലെങ്കിൽ സ്റ്റുഡൻസിനെ ടീച്ചർ ചീത്ത പറയുന്ന പോലെ ചില സമയത്തില്ലേ നമ്മൾ ചിലവർക്ക് ഇത്തിരി ചീത്ത കേൾക്കേണ്ടി വരുന്നു അറിയില്ലേ, ആ ഒരു രീതിയിൽ ഞാൻ ഒന്ന് പറഞ്ഞു പോയതാണ്. സോറി, ഞാൻ ലേശം ഒന്ന് ഇമോഷണലായിപ്പോയി. ഓക്കെ, പോട്ടെ. ഓക്കെ, എല്ലാവരും നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഓക്കെ, ഒരിക്കലും നിങ്ങൾക്ക് ബന്ധങ്ങൾ വേണ്ട, റിലേഷൻഷിപ്സ് വേണ്ട, വേറെ ആരും വേണ്ട എന്നൊന്നുമല്ല. പക്ഷെ നിങ്ങൾ അവനവനിൽ സന്തോഷം കണ്ടെത്തി കഴിഞ്ഞാൽ ആ പേഴ്സൺ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് നിങ്ങൾ ഹാപ്പി ആവുക എന്നുള്ളതാണ് എൻ്റെ ഗോൾ. ഓക്കെ, അത് മനസ്സിലാക്കാം. ഓക്കെ, ആൻഡ് അത് നിങ്ങൾക്ക് സാധിക്കും. ആ പേഴ്സണും നിങ്ങൾ എവിടെയും വിട്ട് പോകുന്നില്ല. പക്ഷെ ആദ്യം നിങ്ങളെ ഒന്ന് സ്നേഹിക്കൂ, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. അതാ പറഞ്ഞു. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.